പിന്നീട് 2005 ഞാൻ വീണ്ടും നാഷണൽ ചാമ്പ്യനായി. വീണ്ടും എനിക്ക് ജപ്പാനിലേക്ക് സെലക്ഷൻ കിട്ടി. അപ്പോൾ സെലക്ഷൻ കിട്ടിയപ്പോൾ എന്താ പറയുക, ഇപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു സാറുണ്ട്, NR മേനോൻ എന്ന് പറയുന്ന, അദ്ദേഹം കല്ലൂര് ഒരു പ്രൊഫസറാണ്. അദ്ദേഹം ഒരു ഫിസിക്കലി ചലഞ്ചഡാണ്. അപ്പോൾ അദ്ദേഹം മാതൃഭൂമിയിൽ ഒക്കെയുള്ള മീഡിയ സുഹൃത്തുക്കളോടും ഒക്കെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മീഡിയ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പറഞ്ഞു. അങ്ങനെ കുറേ മീഡിയ സുഹൃത്തുക്കൾ വന്ന് എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. അതിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന ഒരു ആർട്ടിക്കിൾ, ആതിര മാഡം, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അന്ന് കൊച്ചിയിലുണ്ടായിരുന്ന ആതിര മാഡം വന്ന് എൻ്റെ ഇൻ്റർവ്യൂ ചെയ്യുകയും ആ ആർട്ടിക്കിൾ ഇന്ത്യ മുഴുവൻ പോവുകയും ചെയ്തു. ആ ആർട്ടിക്കിൾ കണ്ടിട്ട് ചെന്നൈയിൽ നിന്ന് തമിഴ് സൂപ്പർ ഹീറോ ശരത് കുമാർ സാർ, അദ്ദേഹമാണ് എന്നോട് റെസ്പോണ്ട് ചെയ്തത്. ഈ ആർട്ടിക്കിൾ കണ്ടിട്ട് എന്നെ വിളിക്കുകയും എൻ്റെ ഫോൺ നമ്പറൊക്കെ അന്ന് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ നേരിട്ട് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കാക്കി എന്ന് പറഞ്ഞ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചിയിൽ വരുന്നുണ്ട്, ലേമഡീനിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അറിയിക്കാം, തീർച്ചയായിട്ടും ജോബി വന്ന് എന്നെ കാണണം, എനിക്ക് എല്ലാ കാര്യങ്ങളും കൂടുതൽ അറിയണമെന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു മാസത്തിന് അകത്ത് അദ്ദേഹം ലേമഡീനിൽ വരികയും എന്നെ ഫോണിൽ വിളിച്ചു. അന്ന് ഞാൻ രാജഗിരിയുടെ പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ ആയിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു, കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിക്കും ഇത്രയും മെഡലുകളൊക്കെ നേടിയിട്ടും നിങ്ങളുടെ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ഞങ്ങളുടെ തമിഴ്നാട്ടിലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിനു മുമ്പേ ജോബിക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പോകാൻ പറ്റിയേനെ. എനിവേ എന്താണെങ്കിലും ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ പ്രാവശ്യം പോകാനായിട്ടുള്ള എല്ലാ അസിസ്റ്റൻസും ഞാൻ തരാം. എനിക്ക് 1 ലക്ഷം രൂപയാണ് ട്രാവലിംഗ് എക്സ്പെൻസ് ആയിട്ട് ജപ്പാനിലേക്ക് പോകാൻ വേണ്ടിയിരുന്നത്. അത് അദ്ദേഹം ആ സെക്കൻഡിൽ തന്നെ അദ്ദേഹം എനിക്ക് റെഡി ക്യാഷായിട്ട് തന്നെ ആ ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ അദ്ദേഹം എനിക്ക് തരികയും അതോടൊപ്പം തന്നെ എന്ത് കാര്യത്തിനും, അന്ന് അദ്ദേഹം MB കൂടിയാണ്, എന്ത് കാര്യത്തിനുമുള്ള ഒരു സപ്പോർട്ട് തരാം എന്ന് പറയുകയും പിന്നീട് അത് എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ആ ഒരു വെബ്സൈറ്റിൽ, അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഫോട്ടോ അപ്പോൾ തന്നെ പേസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അദ്ദേഹം ഒരു സിമ്പതിയോടെ അല്ല എന്നെ അപ്രോച്ച് ചെയ്തത്, വളരെ ഒരു റെസ്പെക്റ്റോടുകൂടി. എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലായത് ഒരു വളരെ നല്ലൊരു മനുഷ്യൻ, പോലെ തന്നെ നല്ലൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള, അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺസിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ. ആ റെസ്പെക്റ്റ് കൊണ്ടാണ് അദ്ദേഹം എനിക്ക് വളരെ ഒരു സ്പോൺസർഷിപ്പ് തന്നത്. അങ്ങനെ ഞാൻ 2005 ജപ്പാനിൽ, തീർച്ചയായിട്ടും 2005 ജപ്പാനിൽ നടന്ന കോമ്പറ്റീഷന് പോകാൻ എനിക്ക് സാധിച്ചത് അദ്ദേഹം സ്പോൺസർഷിപ്പ് ചെയ്തതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ 26ാമത് ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഞാൻ പോയി പങ്കെടുത്തു. ജപ്പാനിൽ ഉട്സുനോമിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ടോക്കിയോയിൽ നിന്ന് 500 കിലോമീറ്റർ